വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളുള്ളത് നമ്മുടെ ബാലി സീരീസിന്റെ സെക്കൻഡ് വീഡിയോ ആയിട്ടാണ് കേട്ടോ. നമ്മളിന്ന് ന്യൂസ് ആപ്പിനുള്ള നമ്മുടെ ഐലൻഡിലോട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഹാർബറിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് നമ്മളിനി ഒരു കപ്പലിൽ കയറിയാണ് നമ്മൾ പോകുന്നത്. ഈ വണ്ടിയിലാണ് കേട്ടോ നമ്മൾ ഈ ന്യൂസ് ആപ്പറുടെ ഐലൻഡിലോട്ട് വന്നിട്ടുള്ളത്. ഇതാണ് നമ്മുടെ വണ്ടി, ഈ ഒരു വാനാണ്. ഹാർബറിലോട്ട് പോവാണ്. അത്യാവശ്യം ഇവിടെ ഒരു തൊപ്പി വാങ്ങിച്ചിരിക്കുന്നതാണ് കേട്ടോ. അപ്പൊ ഇവര് പറഞ്ഞ 70,000 ആയിരുന്നു, നമ്മൾ 50,000 മേടിച്ചത്. ഇതാണ് കേട്ടോ തൊപ്പി. 3,000 നിങ്ങൾ പേടിക്കുന്നത് വേണ്ട, കാരണം നമ്മുടെ നാട്ടിലെ 250 റുപ്പീസാണ് ഇവിടുത്തെ 50,000. അടിപൊളിയല്ലേ? തത്തച്ചിക്ക് പുതിയ ഹാറ്റൊക്കെ കിട്ടി. ഫുൾ ഔട്ട്ഫിറ്റ് പൊള്ളിയാണ് കേട്ടോ. ഫുൾ ബീച്ച് വൈബാണ്. പൊള്ളിയാണ് കേട്ടോ. ഇവർ രണ്ടും മാച്ചിങ് ഉടുപ്പാണ്. തത്തച്ച മേടിച്ച് കഴിഞ്ഞാൽ അടുത്ത കടയിൽ ഇതൊരു തൊപ്പി ഉണ്ട്. അതിവിടെ കുറേ അടിപൊളി ബാലിന്ന് എഴുതിയ തൊപ്പി, ഇതുപോലത്തെ തൊപ്പി, കുറേ തൊപ്പികളുണ്ട്. അപ്പം ഞങ്ങൾ ഈ ഒരു തൊപ്പി വാങ്ങിച്ചിരിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് ബാർഗെയിൻ ചെയ്യണം. ഇവർ ഭയങ്കര കൂട്ടിയാണ് പറയുന്നത്. ഇതിന് 1,50,000 വരുന്നത്. അപ്പോൾ നമ്മളത് 50,000-നാണ് ബാർഗെയിൻ ചെയ്ത് വാങ്ങിച്ചത്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഗൈഡ് ചേട്ടനോട് നമുക്ക് ടാഗും അതുപോലെ തന്നെ ടിക്കറ്റും ഒക്കെ എടുത്ത് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി നേരെ മറ്റേ ഹാർബറിൽ പോയിട്ട് നമ്മൾ ബോട്ട് കയറി നമ്മൾ ഐലൻഡിലോട്ട് പോകാനായിട്ട് പോവാണ്. ഫ്രണ്ട്സ്, അപ്പൊ നമ്മുടെ ഗൈഡ് ഇവിടെ നമ്മുടെ പേരെല്ലാം വിളിച്ച് നമുക്ക് ടാഗ് തരുവാണ്. അപ്പൊ കറക്റ്റ് ആയിട്ടാണ് നമ്മുടെ പേരെല്ലാം വിളിക്കുന്നത്. അപ്പൊ എല്ലാരും ഇവിടെ ചിരിക്കുവാണ്. നമ്മുടെ ഗൈഡ് എല്ലാവരുടെയും പേരെല്ലാം പറയുന്ന കേട്ടിട്ട്. അപ്പൊ ഈ ന്യൂസ് ആപ്പറുടെ ഐലൻഡിലൊക്കെ ഇവിടുന്ന് ഏകദേശം ഒരു മണിക്കൂർ യാത്രയുണ്ട്. അപ്പൊ ഞങ്ങൾ എല്ലാവരും ഇവിടെ നമ്മുടെ ബോട്ട് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുവാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഇപ്പൊ ഉള്ളത് ഹാർബറിലാണ്. അപ്പൊ ഇവിടെ ഓരോ ഗ്രൂപ്പുകൾക്കും ഓരോ ബോട്ടായിട്ടാണ്. അപ്പൊ അവരുടെ ടൈം അവർക്ക് അലൗട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് കേട്ടോ ഈ ഹാർബറിന്റെ ഫ്രണ്ട് വശം. ഇതൊരു ഷിപ്പ് പോലെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മളിപ്പോ ഇതിന്റെ ഉള്ളിൽ കടന്നു നമ്മള് ബോട്ടിന്റെ അടുത്തോട്ട് പൊക്കോണ്ടിരിക്കുവാണ്. നമ്മളിപ്പോ ബോട്ട് കയറാൻ പോവാണ് കേട്ടോ. ഇവിടെയാണ് ബോട്ടുള്ള എല്ലാ ബോട്ടുകളും ഇവിടെ ഇട്ടിട്ടുണ്ട്. എല്ലാരും ബോട്ടിന്റെ അകത്തോട്ട് പോവാണ്. നമ്മള് തായ്ലാൻഡിലെ കോറൽ ഐലൻഡിൽ പോയില്ലായിരുന്നോ, അതുപോലെ തന്നെ ഒരു ട്രിപ്പാണ് കേട്ടോ ഇത്. അപ്പൊ നമ്മൾ ഈ പോകുന്ന ഐലൻഡിന്റെ പേര് ന്യൂസാ പെനിഡ ഐലൻഡ് എന്നാണ്. അപ്പൊ അവിടുത്തെ 4 ബീച്ചുകളാണ് നമ്മൾ കാണാൻ പോകുന്നത്. ബീച്ചിൽ കുളിക്കാനുള്ള എക്സ്ട്രാ ഡ്രസ് ഒക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. ന്യൂസാ പെനിഡയ്ക്ക് പോവാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ബോട്ട്. നമുക്കിനി ഇത് കയറാം. ഫ്രണ്ട്സ്, നമ്മളിപ്പോ ഐലൻഡിൽ എത്തിയിരിക്കുവാണ് കേട്ടോ. നല്ല യാത്രയായിരുന്നു കേട്ടോ. അതേ തത്തച്ചയൊക്കെ വന്നിട്ടുണ്ട്. നമ്മള് കടലിൽ കൂടെയുള്ള നല്ല യാത്രയായിരുന്നു. ഞങ്ങൾ എല്ലാരും നന്നായിട്ട് എൻജോയ് ചെയ്തു. ഇവിടുത്തെ ട്രഡീഷണൽ
ട്രഡീഷണൽ ഹാറ്റാണ് കേട്ടോ. അത് ഇതുപോലെ ഇരിക്കുന്ന ഹാറ്റ് ഇതിവിടെ മാത്രമേ കിട്ടൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇവിടുത്തെ കരിക്കിൻ്റെ ഒക്കെ സൈസ് ഉണ്ടോ, ഭയങ്കര വലിയ കരിക്കാണ്. നമ്മൾ ബാലി വന്നിട്ട് ഇവിടെ കരിക്ക് കുടിക്കാൻ പോവാണ്. ഇവിടുത്തെ പഴം കണ്ടോ എന്ത് വലുതാന്ന് നോക്കിയേ. ഇവിടുത്തെ പഴവും കരിക്കും ഒക്കെ ഭയങ്കര വലുതാണ് കേട്ടോ. ദേ നമ്മളൊരു കരിക്ക് വാങ്ങിച്ചിട്ടുണ്ട്. ഈ ചേട്ടൻ അത് ചെത്തുവാണ് കേട്ടോ. ഫ്രണ്ട്സ്, അപ്പോൾ ഇവിടെ ഈ ചേട്ടൻ കരിക്ക് കട്ട് ചെയ്തുകൊണ്ടിരിക്കുവാണ് നമുക്ക് കുടിക്കാൻ പാകത്തിന്. കരിക്കിൻ്റെ കൊല വളരെ താന്നു കിടക്കും. ദേ അപ്പൊ നമ്മുടെ കരിക്ക് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ ശിവാനുവിനാണ് കേട്ടോ ആദ്യം തന്നെ കരിക്ക് കൊടുക്കുന്നത്. കാരണം ശിവാനു ബോട്ട് യാത്രയൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ചിരിക്കുവാണ്. ബാലിയിലെ കരിക്ക് പോലെ തന്നെ പഴവും ഭയങ്കര വലുതാണ്. ബാലിയിലെ പഴം കരിക്കിൻ്റെ സൈസ് കണ്ടോ, വളരെ വലുതാണ്. ഇഷ്ടം കരിക്ക് നമ്മുടെ ഇവിടെ ഒന്നും കാണാൻ പോകില്ല ഇതൊന്നും. നമ്മുടെ ഇവിടത്തേക്ക് തീരെ ചെറിയ കരിക്കായിരിക്കും. അതുപോലെ പഴം അതും എല്ലാം നല്ല വലിപ്പമുള്ളതാണ്. മലപ്രദേശമായതുകൊണ്ടായിരിക്കും കരിക്കും പഴവും ഒക്കെ വളരെ വലുതാണ്. പിന്നെ ഈ ബാലിയിലെല്ലാ വീടിന്റെ മുമ്പിൽ അല്ലെങ്കിൽ കടകളുടെ മുമ്പിൽ ഇതുപോലത്തെ സാധനം ഉണ്ട് കേട്ടോ. സാധാരണ വീടിന്റെ മുമ്പിലൊക്കെ കോലം വരയ്ക്കുന്ന പോലത്തെ ഇവിടുത്തെ ഒരു ആചാരമാണ് ഇത്. അപ്പൊ ഇതിന്റെ അകത്തൊരു ബിസ്ക്കറ്റും കുറെ പൂക്കളും എല്ലാം വെച്ചിട്ടുണ്ട്. അപ്പൊ ദേ എല്ലാരും കരിക്കൊക്കെ കുടിച്ചു കഴിഞ്ഞു. അപ്പൊ ഇവിടെ കരിക്ക് തീരും തോറും പിന്നെയും കരിക്ക് കൊണ്ടുവന്നോണ്ടിരിക്കുവാണ്. അപ്പൊ ഈ കരിക്കിന്റെ സൈസ് കണ്ടിട്ടാണ് കേട്ടോ എല്ലാരും ഇത് മേടിക്കുന്നത്. ശരിക്കും പറഞ്ഞ ഞങ്ങൾ ഞെട്ടിപ്പോയി ഇത്രയും വലിയ കരിക്ക് കണ്ടിട്ട്. അപ്പൊ നമ്മളിതേ ബീച്ചിന്റെ അങ്ങോട്ട് ഇറങ്ങി പോവാണ്. ചെറിയൊരു ഇറക്കം ഉണ്ട് കേട്ടോ ഇവിടെ ഇറങ്ങി ചെന്നാലേ നമുക്ക് വ്യൂ കാണാൻ പറ്റത്തുള്ളൂ. ഫ്രണ്ട്സ്, നമ്മൾ ആദ്യം വന്നിരിക്കുന്നത് കെലിംഗ് കിങ് ബീച്ചിലാണ് കേട്ടോ. ഇതൊരു അടിപൊളി ബീച്ചാണ്, നല്ല വ്യൂ ആണ് കേട്ടോ ഇവിടെ. അപ്പൊ ആ കടലിന്റെ അവിടെ സ്ട്രക്ചർ കണ്ടോ, നമുക്ക് ആ റോക്കിന്റെ മുകളിൽ കൂടെ ഒക്കെ നടന്ന് പാത്വേ ഉണ്ട് അവിടെ കൂടെ നടന്ന് നമുക്ക് മുകളിലൊക്കെ ചെല്ലാം. അവിടെ കുറെ ആൾക്കാർ നിപ്പുണ്ട്, നമുക്ക് കാണത്തില്ലെന്നേ ഉള്ളൂ, വീഡിയോയിൽ ക്ലിയർ അല്ല, പക്ഷെ അവിടെ കുറച്ച് ആൾക്കാർ നിപ്പുണ്ട്. ദേ അങ്ങ് അവിടെ ബോട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല വ്യൂ ആണ് ഇവിടുന്ന് നോക്കിയാ. ശരിക്കും നമ്മൾ ബാലിയിലെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് നോക്കുമ്പോൾ ഈ ന്യൂസാ പെനിഡ ഐലൻഡിലെ കെലിംഗ് കിങ് ബീച്ചിലെ ഈ ഒരു വ്യൂ ആണ് കേട്ടോ നമുക്ക് കാണാൻ സാധിക്കാൻ പറ്റുന്നത്. അപ്പൊ നമ്മൾ ഇതേ കെലിംഗ് കിങ് ബീച്ച് കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത വേറെ 2 ബീച്ച് കാണാൻ വേണ്ടി വന്നിരിക്കുവാണ്. അപ്പൊ ഇവിടുത്തെ എല്ലാ ബീച്ചിലേക്കും കുറച്ച് നടക്കാനായിട്ടുള്ളതുണ്ട്. ദേ ഇവിടെ ഏഞ്ചൽ ബില്ലാബോങ് ബീച്ചും ബ്രോക്കൺ ബീച്ചും അങ്ങോട്ടും ഇങ്ങോട്ടുമാണ്. ഫ്രണ്ട്സ്, ഇതാണ് ഏഞ്ചൽ ബില്ലാബോങ്, എന്നിട്ട് അതാണ് ബ്രോക്കൺ ബീച്ച്. ഇങ്ങോട്ട് പോയാൽ നമുക്ക് ഏഞ്ചൽ ബില്ലാബോങ് ബീച്ച് കാണാം, ഇങ്ങോട്ടാണ് ബ്രോക്കൺ ബീച്ചിന്റെ എൻട്രൻസ്. ഓ ഫ്രണ്ട്സ്, ഈ ഏഞ്ചൽ ബില്ലാബോങ് ബീച്ച് ഒരു അടിപൊളി ബീച്ചാണ്. ഇവിടെ പല ഷെയ്ഡ്സിന്റെ ബ്ലൂയുടെ പല ഷെയ്ഡ്സ് കളറാണ് ഈ കടലിന്റെ കളർ എന്ന് പറയുന്നത്. നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. ഫ്രണ്ട്സ്, ഇതാണ് കേട്ടോ ബ്രോക്കൺ ബീച്ച്. ബാലിയിലെ ഒരു അടിപൊളി ബീച്ച് സ്പോട്ടാണ് കേട്ടോ ഇത്. ഇവിടെ ഭയങ്കര കാറ്റാണ്. പിന്നെ ഇവിടെ 4 ടോട്ടൽ ബീച്ചുകളാണുള്ളത്. ഞങ്ങൾ എല്ലാത്തിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ 3ാമത്തെ ബീച്ചാണ്, ഇതാണ് ബ്രോക്കൺ ബീച്ച്. നല്ല രസമാണ് കേട്ടോ ഈ വെള്ളത്തിന്റെ കളറ് തന്നെ കാണാനായിട്ട്. പിന്നെ ഇതിന്റെ നടുക്ക് തന്നെ ഇങ്ങനെ ഒരു ബ്രോക്കൺ കല്ല് പോലത്തെ ഒരു സംഭവം, ഒരു സ്റ്റാച്ചു, ഒരു ഇതുപോലത്തെ ഉണ്ട്. നല്ല രസമാണ് ഇത് കാണാനായിട്ട്. ആ ഇതും ബന്ധപ്പെട്ടിട്ടാണ് ഇതിനെ ബ്രോക്കൺ ബീച്ച് എന്ന് വിളിക്കുന്നത്. ഈ വെള്ളത്തിന്റെ കളറ് കാണാൻ നല്ല രസമാണ്. ഇവിടെ നമുക്ക് കുളിക്കാൻ പറ്റത്തില്ല, കാരണം ഇവിടെ ഇറങ്ങിപ്പോവാൻ ഒരു വേയും ഇല്ല.
അതുകൊണ്ട് ഇവിടെ കുളിക്കാൻ പറ്റത്തില്ല. ചുറ്റും കല്ലാണ് കേട്ടോ. ഇവിടെ ഒരു വേ പോലും ഇല്ല നമുക്ക് ഇറങ്ങിച്ചെല്ലാൻ. ബില്ലാബോങ് ബീച്ചും ബ്രോക്കൺ ബീച്ചും കണ്ടു കഴിഞ്ഞു. നമ്മളിനി ലഞ്ച് കഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പം നമ്മൾ ഈ ന്യൂസാ പെനിഡ ഐലൻഡിൽ വരുമ്പോഴത്തേക്കും കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പം ഇവിടെ വരുമ്പോഴത്തേക്കും ഭയങ്കര ചൂടും വെയിലുമാണ് കേട്ടോ ഫ്രണ്ട്സ് ഇവിടെ. അപ്പം നമ്മൾ സൺസ്ക്രീനൊക്കെ എടുക്കണം. പിന്നെ ഒരു കുപ്പി വെള്ളം വാട്ടറൊക്കെ നമ്മൾ നമ്മുടെ കയ്യിൽ കരുതണം. അപ്പം നമ്മളിപ്പോൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി പൊക്കോണ്ടിരിക്കുവാണ്. നമ്മുടെ ഹോട്ടലിലോട്ട് ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട്. അപ്പം നമ്മളിത് ഇപ്പോൾ വണ്ടിയിലിരിക്കുവാണ് കേട്ടോ. പിന്നെ നമ്മൾ ഈ വണ്ടിയിൽ പോയപ്പോഴാണ് ശ്രദ്ധിച്ചത്, ഇവിടെ നമ്മുടെ ഇവിടത്തെ പോലെ തന്നെ വാഴ, അതുപോലെ പപ്പായ പ്ലാന്റ്, ടപ്പിയോക്ക, അതുപോലെ കുറേ നമ്മളെ അവിടെയുള്ള കുറേ ചെടികളും മരങ്ങളും ഒക്കെ കാണാൻ പറ്റും. തെങ്ങാണ് കേട്ടോ ഇവിടെ ഏറ്റവും കൂടുതലുള്ളത്. ശരിക്കും നമ്മുടെ കേരളം പോലെ തന്നെയാണ് ഇവിടുത്തെ ഭൂപ്രകൃതി, ഒരു മാറ്റവും ഇല്ല. ഏഷ്യൻ കൺട്രീസ് ഒക്കെ ഏകദേശം സെയിം തന്നെയാണ്. നമ്മൾ തായ്ലാൻഡിൽ പോയപ്പോഴത്തേക്ക് ഇതുപോലെയൊക്കെ ഏകദേശം സെയിം ആയിരുന്നു. ഫ്രണ്ട്സ്, അപ്പം നമ്മളിതേ ഹോട്ടലിൽ എത്തിയിരിക്കുവാണ്. ഇവിടെ കുറേ ഡിഷസ് ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇവിടെ റൈസ് ഉണ്ട്, നാനുണ്ട്, വാട്ടർമെലൺ ഉണ്ട്, പിന്നെ ചപ്പാത്തി ഉണ്ട്, പിന്നെ പൊട്ടറ്റോ ഫ്രൈഡ് ആയിട്ടുള്ള ഒരു കറിയുണ്ട്, കുറേ സലാഡ്സ് കൊണ്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ചിക്കൻ ആണ് കേട്ടോ മെയിൻ ആയിട്ടുള്ളത്. ഇവിടെ പൂളുണ്ട്. ഫ്രണ്ട്സ്, ശിവാനു ഇവിടെ പറഞ്ഞിരിക്കുന്നുണ്ട് ഇവിടെ പൂളുണ്ടെന്ന്. ഈ ഹോട്ടലിൽ പൂളുണ്ട്. നമ്മൾ ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാൻ വന്ന ഹോട്ടലാണിത്. ഇവിടെ പൂളുണ്ട്. പിന്നെ ഐലൻഡ് ആണ് റെസ്റ്റോറൻറ്റ്. അപ്പൊ നമുക്ക് ഫുഡ് എങ്ങനെയുണ്ടായിരുന്നു ടാഷിക്കോച്ചോട് ചോദിക്കാം. അടിപൊളിയായിരുന്നു. അപ്പം നമ്മൾ ഫുഡ് കഴിച്ചതിന് ശേഷം ഏറ്റവും ലാസ്റ്റ് ബീച്ചായിട്ടുള്ള ക്രിസ്റ്റൽ ബേയിൽ എത്തിയിരിക്കുവാണ്. ഇത് നമുക്ക് കുളിക്കാൻ പറ്റിയ ടൈപ്പ് ബീച്ചാണ്. ശശിയപ്പൂപ്പനും മണിയമ്മൂമ്മയും തത്തച്ഛനും ഇവിടെ കൂടെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഈ ബീച്ചിലോട്ട് അങ്ങനെ ഇറങ്ങി വരുമൊന്നും വേണ്ട. ബാക്കിയുള്ള നമ്മൾ പോയ ബീച്ചിലൊക്കെ കുത്തനെ ഇറക്കായിരുന്നു. നമുക്ക് കുറച്ച് നടക്കാനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഈ ബീച്ചിന്റെ തൊട്ടടുത്ത് തന്നെ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാം. എന്നിട്ട് ജസ്റ്റ് ഒരു കുഞ്ഞതായിട്ട് ഇങ്ങോട്ട് നടന്നാൽ മതി. ദേ തൊട്ടടുത്താണ് പാർക്കിങ്ങിന്റെ. നമ്മളിനി തിരിച്ചു പോവാണ്. എല്ലാ ബീച്ചും കണ്ടു കഴിഞ്ഞു. അപ്പൊ നമ്മൾ ബോട്ടിൽ ഇറങ്ങിയിട്ട് ഒരു കാറിലാണ് കേട്ടോ ഈ ബീച്ചിലോട്ടൊക്കെ പോയത്. 3 കാറാണ് നമ്മൾ എടുത്തത് എല്ലാവർക്കും വേണ്ടി. എന്നിട്ട് അത് നമ്മൾ കൊണ്ടുപോയി കാണിച്ചിട്ട് നമ്മളെ തിരിച്ച് ഹാർബറിൽ കൊണ്ട് ഇറക്കി വിടുക കാറിൽ തന്നെ. അപ്പൊ നമ്മുടെ ന്യൂസാ പെരിഡ ട്രിപ്പ് എല്ലാവരും എൻജോയ് ചെയ്തു. നമ്മൾ ഇനി രാത്രിയിലത്തെ ഡിന്നർ കഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ ന്യൂസാ പെരിഡ ഐലൻഡിൽ നിന്ന് വന്നിട്ട് നമ്മൾ റൂമിൽ പോയി ഫ്രഷപ്പ് ഒക്കെ ആയിട്ടാണ് കേട്ടോ ഡിന്നർ കഴിക്കാൻ പോയത്. നമ്മൾ ഫുള്ള് ടയേർഡ് ആയിട്ടിരിക്കുമായിരുന്നു. എന്നിട്ട് നമ്മുടെ മേത്ത് സാൻഡ് ഒക്കെ ഉണ്ടായിരുന്നു, മണലൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഫുൾ ഫ്രഷപ്പ് ആയിട്ടാണ് നമ്മൾ ഡിന്നർ കഴിക്കാൻ പോകുന്നത്.
പിന്നെ ഇവിടെ റോഡിൽ അങ്ങനെ തിരക്കൊന്നുമില്ല, ഇവിടെ ഹോണടി ഒന്നും ഇല്ല കേട്ടോ നമുക്ക്. അപ്പൊ ഇവിടുത്തെ ഡ്രൈവേഴ്സ് ഒന്നും ഹോണൊന്നും അടിക്കുന്നൊന്നുമില്ല. ട്രാഫിക് റൂൾസ് ഒക്കെ ഇവിടെ പാലിച്ചിട്ടാണ് കേട്ടോ വണ്ടി ഓടിക്കുന്നത്. അപ്പൊ ഇവിടെ റോഡൊക്കെ നമ്മളെ പോലത്തെ ഒരുപോലത്തെ തന്നെയാണ്, ചേഞ്ചസ് ഒന്നുമില്ല. പറഞ്ഞൊരു ഹോട്ടലിലാണ് കേട്ടോ. നമ്മുടെ ഹോട്ടലിൽ നിന്ന് തൊട്ട് ഇവിടെയാണ്, ഇത്തിരി നേരം പോയാൽ മതി. അപ്പോൾ ബാലിയിലെ ഗോൾഡൻ സാഫ്രോൺ പറഞ്ഞ ഹോട്ടലിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. നമ്മളിവിടെ ഡിന്നർ കഴിക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. തത്തശ്ശിനും തത്തശ്ശി എല്ലാവരും ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പൊ നമ്മളിത് ഡിന്നറിന് വേണ്ടി ഐറ്റംസ് ഓർഡർ ചെയ്യുവാണ്. എല്ലാവരും ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഗൈസ്, നമുക്ക് ഇന്നിവിടെ ബുഫേ ആണ്. അപ്പോൾ നമുക്ക് ജീരാ റൈസ് ഉണ്ട്, ചിക്കൻ കറി ഉണ്ട്, ആലു വെച്ചുള്ള 2 ഡിഷുണ്ട്, പിന്നെ ദാലുണ്ട്, സാലഡ്, അതുപോലെ പുതിന, പിന്നെ രായ്ത്ത, അതുപോലെ എല്ലാ സംഭവങ്ങളും ഉണ്ട്, നാനും ഉണ്ട്. കോഴിക്കറി അടിപൊളിയാണ് കേട്ടോ, നന്നായിട്ടുണ്ട്. ഇന്നത്തെ ഫുഡ് വളരെ നല്ലതായിരുന്നു. ഞങ്ങൾ ഇന്ന് വരെ കഴിക്കാത്ത രീതിയിലൊരു വെറൈറ്റി ഫുഡായിരുന്നു. സായി ദുർഗ എന്ന് പറഞ്ഞൊരു പുതിയ വെറൈറ്റി ഉണ്ടായിരുന്നു. ഏറ്റവും നല്ല ഫുഡായിരുന്നു എന്ന് പറയാം. അടിപൊളി ഫുഡായിരുന്നു. ഇതെന്ന് പറയുന്നത് ഇവിടുത്തെ ഐസ്ക്രീമിൻ്റെ പോലെയുള്ള ഒരു ഡെസേർട്ട് ഐറ്റമാണ്. വളരെ നന്നായിരുന്നു. മൊത്തത്തിൽ എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. കുഴപ്പമില്ല, നല്ല സർവീസും ഒക്കെ ആയിരുന്നു. ഡിന്നർ കഴിഞ്ഞു. നമ്മൾ ഇവിടെ നിന്നാണ് ഡിന്നർ കഴിച്ചത്. എന്നിട്ട് നമ്മൾ നമ്മുടെ വണ്ടിയിൽ റൂമിലോട്ട് പോവാണ്. അപ്പം ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അടുത്തൊരു വീണ്ടും വരാം. ബൈ.